നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. ബാംഗ്ലൂരിൽ വൻ കള്ളനോട്ട് കേന്ദ്രം കണ്ടെത്തി. വണ്ടിപ്പെരിയാർ കള്ളനോട്ട് കേസിന്റെ അന്വേഷണത്തിനിടെ ബാംഗ്ലൂരിൽ നിന്ന് കള്ളനോട്ട് പ്രിന്റ് ചെയ്യാനുള്ള 5 കോടി രൂപയുടെ ഉപകരണങ്ങൾ പിടിച്ചെടുത്തു. കമ്പംമെട്ടിൽ തൽസ്ഥിതി തുടരുവാനും സർവേ നടപടികൾ നിർത്തിവെക്കാനും സർക്കാർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. തീരുമാനം മുഖ്യമന്ത്രിയുമായി ജോയിസ് ജോർജ് MP നടത്തിയ ചർച്ചയെ തുടർന്ന്. അന്തർസംസ്ഥാന വാഹന മോഷണ സംഘത്തിലെ 4 പേരെ നെടുങ്കണ്ടത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് വാടകയ്ക്കെടുത്ത ലോറി തമിഴ്നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തിയ സംഘം. ഉപ്പുതറയിൽ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാകുന്നു. 28-ാം തീയതി പീരുമേട് താലൂക്ക് ഓഫീസ് ഉപരോധം. വാർത്തകൾ വിശദമായി. ബാംഗ്ലൂരിൽ വൻ കള്ളനോട്ട് കേന്ദ്രം കണ്ടെത്തി. വണ്ടിപ്പെരിയാർ കള്ളനോട്ട് കേസിന്റെ അന്വേഷണത്തിലാണ് ബാംഗ്ലൂരിൽ നിന്ന് കള്ളനോട്ട് നിർമ്മിക്കാനുള്ള 5 കോടി രൂപയുടെ യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെ പിടിച്ചെടുത്തത്. ബാംഗ്ലൂർ ഹൊസൂറിലെ ഫ്ളാറ്റിലാണ് കോടികളുടെ കള്ളനോട്ടുകൾ അച്ചടിച്ചിരുന്നത്. 5 കോടി രൂപയുടെ നിർമ്മാണ സാമഗ്രികളും ഇവിടെ നിന്ന് പിടിച്ചെടുത്തു. വണ്ടിപ്പെരിയാറിലെ പെട്രോൾ പമ്പിൽ കള്ളനോട്ട് നൽകിയ നെടുങ്കണ്ടം സ്വദേശി ജോജോ ജോസഫും ഭാര്യ അനുപമയും കഴിഞ്ഞ മാസമാണ് പോലീസിന്റെ പിടിയിലായത്. ഇവരുടെ കാറിൽ നിന്നും ഫ്ളാറ്റിൽ നിന്നുമായി 4.5 ലക്ഷം രൂപയുടെ കള്ളനോട്ടുകൾ കണ്ടെത്തിയിരുന്നു. ഇവരെ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ രാജ്യമെമ്പാടും വേരുകളുള്ള കള്ളനോട്ട് മാഫിയ സംഘത്തിലെ മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ 5 പേർ കൂടി ഇടുക്കിയിൽ അറസ്റ്റിലായി. 38 ലക്ഷം രൂപയുടെ കള്ളനോട്ടുകളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. ബാംഗ്ലൂരിലാണ് അച്ചടി കേന്ദ്രമെന്ന് സംഘത്തലവൻ സുനിൽകുമാർ പോലീസിനോട് വ്യക്തമാക്കി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഫ്ളാറ്റിലെ അച്ചടി കേന്ദ്രം കണ്ടെത്തിയത്. 6 പ്രിന്റർ, സ്ക്രീൻ പ്രിന്റിംഗ് യൂണിറ്റ്, സ്കാനർ, അച്ചടിക്കാനുള്ള പേപ്പർ എന്നിവ പിടിച്ചെടുത്തു. പുതിയ 2000 രൂപയുടെ നോട്ടുകൾ അച്ചടിക്കാൻ ചൈനയിൽ നിന്ന് പുത്തൻ ഡിജിറ്റൽ പ്രിന്ററും സംഘം ഇറക്കുമതി ചെയ്തു. കഴിഞ്ഞ 10 വർഷമായി ഓർഡർ അനുസരിച്ചാണ് സംഘം നോട്ടുകൾ അച്ചടിച്ചിരുന്നത്. ഉദ്ദേശം ഒരു 5 കോടി രൂപയുടെ വ്യാജ നോട്ടുകൾ പ്രിന്റ് ചെയ്യാനുള്ള പ്രിന്റിംഗ് ഐറ്റംസ് പോലീസിന് സീസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷമായി സുനിൽ ഈ കള്ളനോട്ട് നിർമ്മാണ രംഗത്താണ്. ഇതിനോടകം 5-8 കേസുകളിലെ പ്രതിയാണ്, 8ഓളം കേസുകളിലെ പ്രതിയാണ്. ഇത് തിരിച്ചറിയാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഇത് UV ലൈറ്റിൽ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ, UV ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ നമുക്ക് 500 രൂപയ്ക്ക് എല്ലാ കടക്കാർക്കും കിട്ടുന്നതാണ്. 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനിൽ മേടിക്കാവുന്നതാണ് ഒരു UV ലൈറ്റിൻ്റെ അപ്പാരറ്റസ്. അതിൻ്റെ അടിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കള്ളനോട്ട് എല്ലാം ഡാർക്കായിട്ടിരിക്കും. അതേസമയം ഒറിജിനൽ നോട്ട് പല ഭാഗങ്ങളിൽ നന്നായിട്ട് ഗ്ലിറ്ററിംഗ് ആണ്. പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കട്ടപ്പന DYSP NC രാജ്മോഹന്റെ നേതൃത്വത്തിൽ ഇതുവരെ 10 പ്രതികളെ അറസ്റ്റ് ചെയ്തു. സ്ത്രീകൾ ഉൾപ്പെടെ 20-ലേറെ പേർ ഇനിയും പിടിയിലാകാനുണ്ട്. ഇവർക്കായുള്ള അന്വേഷണവും ഊർജിതമാക്കി. കമ്പംമെട്ടിൽ തൽസ്ഥിതി തുടരുവാനും സർവേ നടപടികൾ നിർത്തിവെക്കാനും സർക്കാർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ജോയിസ് ജോർജ് MP മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് നടപടി. ആവശ്യമായ മുന്നൊരുക്കങ്ങളില്ലാതെ തികച്ചും അശാസ്ത്രീയമായി ഇടുക്കി ജില്ലയിൽ ഉദ്യോഗസ്ഥർ സർവേക്ക് തയ്യാറായതിലൂടെയാണ് ജില്ലയിൽ താമസിച്ചു വന്ന നിരവധി പേരുടെ വീടുകളും 50 വർഷത്തോളമായി ഉപയോഗിക്കുന്ന റോഡുകളും തമിഴ്നാടിന്റെ അതിർത്തിക്കുള്ളിലാകാൻ സാഹചര്യമുണ്ടായതെന്ന് ജോയിസ് ജോർജ് MP മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള ഇടുക്കിയുടെ ജലസമൃദ്ധിയും ടൂറിസം കേന്ദ്രങ്ങളും കണ്ണുവച്ച് തമിഴ്നാട് നടത്തുന്ന നീക്കങ്ങൾക്ക് പരോക്ഷമായി ബലമേകുന്നതാണ് നിർഭാഗ്യവശാൽ ഇടുക്കിയിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും MP ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി. സർക്കാർ തലത്തിലോ ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലോ കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായി ചില ഉദ്യോഗസ്ഥർ നടത്തിയ സർവേയാണ് വിവാദങ്ങൾക്ക് ഇടയാക്കിയത്. ചെറിയ തോതിലുള്ള അതിർത്തി പ്രശ്നത്തെ അന്തർസംസ്ഥാന തർക്കവിഷയമാക്കി വളർത്തിയെടുത്തത് ജില്ലയിലെ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടും അലംഭാവവുമാണ്. അതുകൊണ്ടുതന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും MP ആവശ്യപ്പെട്ടു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന അതിർത്തികൾ നിർണയിച്ചപ്പോൾ തന്നെ കമ്പംമെട്ടിൽ തമിഴ്നാടിന്റെ അതിർത്തികൾ കല്ലിട്ട് അടയാളപ്പെടുത്തി വ്യക്തമാക്കി വേർതിരിച്ചതാണ്. ഇവിടെ തർക്കത്തിന് യാതൊരു സാധ്യതയുമില്ലെന്നിരിക്കെ ജില്ലയിലെ ഉദ്യോഗസ്ഥരുടെ പിഴവ് മൂലം 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിലേക്ക് വിഷയത്തെ കൊണ്ടുചെന്നെത്തിക്കുകയായിരുന്നുവെന്നും MP പറഞ്ഞു. MPയും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് കമ്പംമെട്ടിൽ തൽസ്ഥിതി തുടരുന്നതിനും സർവേ നടപടികൾ നിർത്തിവെക്കുന്നതിനും സർക്കാർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി PS കുര്യനാണ് ജില്ലാ കളക്ടർക്ക് ടെലിഫോണിലൂടെ നിർദ്ദേശം നൽകിയത്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ ജില്ലാ ഭരണകൂടമല്ല തീരുമാനമെടുക്കേണ്ടതെന്നും സർക്കാർ ജില്ലാ കളക്ടറെ ഓർമ്മിപ്പിച്ചു.
അന്തർ സംസ്ഥാന വാഹനമോഷണ സംഘത്തിലെ 4 പേരെ നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. മുമ്പ് വാടകയ്ക്കെടുത്ത ലോറി തമിഴ്നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തിയ സംഘത്തിലെ പ്രധാന പ്രതികളാണ് പിടിയിലായത്. കണ്ണൂർ ഇരട്ടി സ്വദേശി അമ്പാട്ട് രമേശൻ, മുണ്ടയ്ക്കം സ്വദേശി ഷൈജു, ഇയാളുടെ സഹോദരി ഭർത്താവ് തൊടുപുഴ സ്വദേശി ഷിജി വർഗീസ്, തമിഴ്നാട് നാഗർകോവിൽ സ്വദേശി നാഗരാജ് എന്നിവരാണ് അറസ്റ്റിലായത്. നെടുങ്കണ്ടത്ത് നിന്നും മോഷണം പോയ ലോറി നാഗർകോവിലിൽ നാഗരാജിന്റെ ഉടമസ്ഥതയിലുള്ള വർക്ക്ഷോപ്പിൽ നിന്നും കണ്ടെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് നെടുങ്കണ്ടം സ്വദേശികളായ ഈപ്പൻ, ഷാജഹാൻ എന്നിവർ മുമ്പ് അറസ്റ്റിലായിരുന്നു. എറണാകുളം കളമശ്ശേരി സ്വദേശിയായ ചെറുപറമ്പിൽ നസീറിന്റെ ഉടമസ്ഥതയിലുള്ള ടോറസ് ലോറി കഴിഞ്ഞ ഡിസംബറിൽ വാടകയ്ക്ക് ഓടിക്കുന്നതിനായി നെടുങ്കണ്ടത്ത് എത്തിച്ചിരുന്നു. പിന്നീട് ലോറി മോഷണം പോയതായി ഉടമസ്ഥനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ വാഹനം മുണ്ടക്കയം സ്വദേശിക്ക് കൈമാറുകയും ഇയാൾ ലോറി തമിഴ്നാട്ടിലേക്ക് കടത്തിയതായും വ്യക്തമായി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ പ്രതികൾ അറസ്റ്റിലായത്. കണ്ണൂർ സ്വദേശിയായ രമേശന്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ നിന്നും വാഹനങ്ങൾ കടത്തിയിരുന്നത്. ഇടുക്കി, കൊല്ലം, പത്തനംതിട്ട, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ നിന്നായി 16ഓളം വാഹനങ്ങൾ ഇവർ കടത്തിയതായി പോലീസ് പറയുന്നു. അങ്ങനെയുള്ള വാഹനങ്ങൾ മാറ്റം എന്ന് പറഞ്ഞാൽ പെയിൻ്റൊക്കെ മാറ്റി ബോഡിയിലെ പെയിൻ്റെല്ലാം മാറ്റി നമ്പർ പ്ലേറ്റ് മാറ്റി ചേസ് നമ്പർ മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. CC അടക്കമുള്ള കുടിശ്ശിക തീർത്തുകൊള്ളാം എന്ന ഉറപ്പിന്മേൽ വാങ്ങുന്ന വാഹനങ്ങളുടെ കുടിശ്ശിക തീരാത്തതിനാൽ ബാങ്ക് നടപടികൾ യഥാർത്ഥ ഉടമസ്ഥന് നേരെ വരുമ്പോഴാണ് പലപ്പോഴും തട്ടിപ്പ് പുറത്തുവരുന്നത്. തമിഴ്നാട്ടിൽ എത്തിക്കുന്ന വാഹനങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ പൊളിച്ചു മാറ്റുകയോ പുതിയ രൂപത്തിൽ ആക്കുകയാണ് ചെയ്തിരുന്നത്. ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് രൂപമാറ്റം നടത്തിയ വാഹനങ്ങൾ ഇവർ കടത്തിയിരുന്നത്. വാഹനം എത്തിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രൂപമാറ്റം നടത്താനുള്ള സജ്ജീകരണങ്ങളും ഇവരുടെ പക്കലുണ്ട്. സംഘത്തിൽ കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന നിരവധി കണ്ണികളുള്ളതായും പോലീസ് പറഞ്ഞു. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. നെടുങ്കണ്ടം CI റെജി എം കുന്നിപ്പറമ്പിൽ, SI EK സോൾജിമോൻ, ഉദ്യോഗസ്ഥരായ K സജികുമാർ, KC ഹരികുമാർ, U ഷമീർ, KV ഷമീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കുമളി 1-ാം മൈലിന് സമീപം കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തു. ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള വാച്ച് ടവറിന് സമീപത്തെ കുറ്റിക്കാട്ടിലാണ് 2 ചെടികൾ എക്സൈസ് സംഘം കണ്ടെത്തിയത്. വണ്ടിപ്പെരിയാർ എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുമളി ഒട്ടകത്തലമേട്ടിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള വാച്ച് ടവറിന് സമീപത്തു നിന്നും കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. വാച്ച് ടവറിന് സമീപം കാട്ടുചെടികൾക്കിടയിലാണ് കഞ്ചാവ് ചെടി നട്ട് പരിപാലിച്ചു പോന്നിരുന്നത്. 74 സെന്റിമീറ്റർ ഉയരമുള്ള 3 മാസം പ്രായമായ ഒരു കഞ്ചാവ് ചെടിയും 23 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു തൈച്ചെടിയുമാണ് കണ്ടെത്തിയത്. കഞ്ചാവ് ചെടി പരിപാലിച്ചു പോന്നിരുന്നത് ആരാണെന്നും എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാനുള്ള ശ്രമം നടത്തുമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ S ഷാജിമോൻ പറഞ്ഞു. ഒരു രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടകത്തലമേട് ജില്ലാ പഞ്ചായത്തിന്റെ വാച്ച് ടവറും ഉപയോഗശൂന്യമായി കിടക്കുന്ന കുറെ കെട്ടിടങ്ങൾ, ആ കെട്ടിടത്തിന്റെ സമീപത്തായ കഞ്ചാവ് ചെടി നട്ട് ആരോ വളർത്തിയിരിക്കുന്നതായിട്ടൊരു ഇൻഫർമേഷൻ ലഭിച്ചു. തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ ചെടികൾ പിഴുതുമാറ്റുകയും ചെയ്തു. ഉപ്പുതറ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 28-ാം തീയതി പീരുമേട് താലൂക്ക് ഓഫീസ് ഉപരോധിക്കും. ഉപ്പുതറയിലെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഭൂപരിഷ്കരണ നിയമം ഉപ്പുതറയിലെ കർഷകരെയും വ്യാപാരികളെയും ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഭൂപരിഷ്കരണ നിയമപ്രകാരം തോട്ടം ഭൂമി തരംമാറ്റം ചെയ്യുകയോ വിൽക്കുകയോ ചെയ്താൽ സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് വ്യവസ്ഥ. 1949 കാലത്ത് ബ്രിട്ടീഷ് ആസ്ഥാന കമ്പനിയായ ആസ്പിൻവാൾ കമ്പനിയിൽ നിന്നുമാണ് കർഷകർ ഉപ്പുതറയിൽ സ്ഥലം വാങ്ങിയത്. കമ്പനിയുടെ ആവശ്യത്തിന് വിറകിനായി മരം നട്ടു വളർത്തിയിരുന്ന സ്ഥലമാണ് കർഷകർ വാങ്ങിയത്. മുറിച്ചു വാങ്ങിയ സ്ഥലത്തിന് ലഭിച്ച പട്ടയത്തിന്റെ അടിയാധാരത്തിൽ തോട്ടം ഭൂമിയെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉപ്പുതറ ടൗൺ ഉൾപ്പെടെ 338, 274, 798, 799, 800, 917 എന്നീ സർവേ നമ്പറിലുള്ള ഭൂമിയാണ് ഇത്തരത്തിലുള്ളത്. വില കൊടുത്തു വാങ്ങിയ ഭൂമിക്ക് കരമടയ്ക്കുകയും ക്രയവിക്രയം നടത്തുകയും ചെയ്തിരുന്നു. 2015 ഫെബ്രുവരിയിൽ സ്പെഷ്യൽ ഓഫീസർ MG രാജമാണിക്യം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ലാൻഡ് റവന്യൂ സെക്രട്ടറി ഉത്തരവിറക്കിയപ്പോഴാണ് കർഷകർ വെട്ടിലായത്. ഉത്തരവ് പ്രകാരം വീട് വയ്ക്കാൻ പെർമിറ്റ്, കരമടയ്ക്കൽ, വിൽപ്പന ഇതെല്ലാം അതാത് വകുപ്പുകൾ തടഞ്ഞു. ഇതേ തുടർന്ന് ഉപ്പുതറ നിവാസികൾ ജില്ലാ കളക്ടർ, റവന്യൂ മന്ത്രി, മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകി. എന്നാൽ യാതൊരു ഫലവും ഉണ്ടായില്ല. ഇപ്പോൾ കർഷകരുടെയും വ്യാപാരികളുടെയും ബാങ്ക് ഇടപാടുകൾ പോലും മുടങ്ങിയിരിക്കുകയാണ്. ഉപ്പുതറ നിലനിൽക്കുന്ന ഭൂമി സംബന്ധമായ വിഷയങ്ങൾ പരിഹരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധിയായ സമരങ്ങളും നിവേദനങ്ങളും നടത്തിയിട്ടും നാളിതുവരെ യാതൊരു പ്രയോജനം ഉണ്ടാകാതെ ഇരിക്കുകയും ഓരോ ദിവസം ചെല്ലുന്തോറും ഈ വിഷയങ്ങൾ സങ്കീർണമാകുകയും ചെയ്ത അടിസ്ഥാനത്തിൽ ഉപാധിരഹിതമായിട്ട് കരം കെട്ടണം, അതുപോലെ തന്നെ വലിയ രേഖകൾ ഉപാധിരഹിതമായിട്ട് കോടതി വിധിക്ക് വിധേയമല്ലാതെ ഉപാധിരഹിതമായിട്ട് കൃഷിക്കാർക്ക് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അല്ലാത്ത പക്ഷം
ഇന്ന് കോഴിക്കോട്ടുണ്ടായ പോലെ നിരവധി കർഷക ആത്മഹത്യ ഈ പ്രദേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉപ്പുതറയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ നടപടി സ്വീകരിക്കാത്തതിനെതിരെയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുന്നത്. 28-ാം തീയതി രാവിലെ പീരുമേട് ടൗണിൽ നിന്ന് പ്രതിഷേധ പ്രകടനം നടക്കും. തുടർന്നാണ് താലൂക്ക് ഓഫീസ് ഉപരോധിക്കുന്നത്. 100 കണക്കിന് കർഷകർ സമരത്തിൽ പങ്കാളികളാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കശാപ്പ് നിയന്ത്രണത്തിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സമരം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. പശുവിനെ അഴിച്ചുവിട്ടാൽ അതും ക്രിമിനൽ കുറ്റം. എവിടേക്കാണ് ഇന്ത്യ രാജ്യത്തെ ഈ ഗവൺമെന്റ് നയിക്കാൻ ശ്രമിക്കുന്നത്? ഇന്ത്യ രാജ്യത്തെ കർഷക ജനകോടികളുടെ ജീവിതത്തെ എവിടത്തേക്കാണ് കെട്ടിവലിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് പരിശ്രമിക്കുന്നത്? കാലി വളർത്തലെന്ന ഉപജീവന മാർഗം ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന കർഷക മക്കൾക്ക് കിട്ടാക്കനിയായി അകറ്റിക്കളയുന്ന അതിക്രൂരമായ നടപടിക്കാണ് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോ ഈ വിജ്ഞാപനത്തിലൂടെ പരിശ്രമിക്കണം. കന്നുകാലികളെ കശാപ്പിനായി കാലിച്ചന്തകൾ വിൽക്കുന്നത് തടയുന്ന കേന്ദ്ര സർക്കാർ ഉത്തരവിനെതിരെയാണ് LDF കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ പോസ്റ്റ് ഓഫീസിന് മുമ്പിലേക്ക് എത്തിയത്. യോഗത്തിൽ അനിൽ കോപ്പിളാക്കൽ അധ്യക്ഷനായിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ മാത്യു വർഗീസ്, CB വർഗീസ്, KM തോമസ്, സിനോജ് വള്ളാടി, CM അസീസ്, N ശിവരാജൻ, റോമിയോ സെബാസ്റ്റ്യൻ, VR സജി, VR ശശി തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിന് NK പ്രിയൻ, VS അഭിലാഷ്, ടോമി ജോർജ്, MJ മാത്യു ജോൺ, LC ജോണി എന്നിവർ നേതൃത്വം നൽകി. ജീവിതകാലം മുഴുവൻ കാടിനായി മാറ്റിവെച്ച പെരിയാർ കടുവാ സംഗീതത്തിലെ വാച്ച്മാൻ കണ്ണൻ ഓർമ്മയായി. ഇന്നലെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ജീവിതകാലം മുഴുവൻ പെരിയാർ കടുവാ സംഗീതത്തിനായി നീക്കിവെച്ച കണ്ണൻ ഒടുവിൽ കാടിനുള്ളിൽ തന്നെ ജീവിതത്തോട് വിടവാങ്ങി. പെരിയാർ വന്യജീവി സംഗീതത്തിന്റെ ഓരോ സ്പന്ദനവും സ്വന്തം നെഞ്ചോട് ചേർത്തുവെച്ച പകരക്കാരനില്ലാത്ത വനസംരക്ഷകനായിരുന്നു കുമളി മന്നാക്കുടി ഗേറ്റിങ്കൽ G കണ്ണൻ. ദിവസവേതന ജീവനക്കാരനായി 35 വർഷം പെരിയാർ കടുവാ സംഗീതത്തിന്റെ മുക്കിലും മൂലയിലും കയറിയിറങ്ങി നടന്ന കണ്ണനെ 2 വർഷം മുമ്പാണ് കാക്കിക്കുപ്പായം നൽകി സർക്കാർ ജോലിയിൽ സ്ഥിരപ്പെടുത്തിയത്. ബുധനാഴ്ച തോറുമുള്ള പതിവ് ഡ്യൂട്ടി മാറ്റത്തിന്റെ ഭാഗമായി ഉൾവനത്തിലെ പച്ചക്കാട് നിന്ന് കുമളിയിലേക്ക് വരികയായിരുന്നു കണ്ണനും സഹായി മനുവും. ഉൾവനത്തിലെ സ്വാമിയ റോഡ ഭാഗത്ത് വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെടുകയും തുടർന്ന് മരിക്കുകയുമായിരുന്നു. വനപാലകർ സ്പീഡ് ബോട്ടുമായി എത്തിയാണ് മൃതദേഹം തേക്കടിയിലെത്തിച്ചത്. വനത്തിനുള്ളിൽ കണ്ണന്റെ അറിവിൽപ്പെടാത്ത സ്ഥലമോ വഴികളോ ജീവികളോ ഇല്ലെന്ന് ഏവരും സമ്മതിക്കും. വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ മുഴുവൻ VIP-കൾക്കും നാട്ടുകാർക്കും കാടിനുള്ളിലെ വഴികാട്ടിയായിരുന്നു കണ്ണൻ. തേക്കടി ബോട്ട് ദുരന്തമുണ്ടായപ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ചായിരുന്നു കണ്ണന്റെ രക്ഷാപ്രവർത്തനങ്ങൾ. 2011 ഗ്രീൻ ഇന്ത്യ ബെസ്റ്റ് വാച്ചർ പുരസ്കാരം, ഇതേ വർഷം തന്നെ തിരുവനന്തപുരത്ത് മാധവപിള്ള ഫൗണ്ടേഷൻ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. പെരിയാർ കടുവാ സങ്കേതത്തെ ഇന്നത്തെ രീതിയിലേക്ക് വളർത്തിയെടുക്കുന്നതിൽ നിർണായക സ്ഥാനം വഹിച്ച കണ്ണനെക്കുറിച്ച് ലൈഫ് ഫോർ ലൈഫ്സ് ഉൾപ്പെടെ നിരവധി ഡോക്യുമെന്ററികൾ, ഫീച്ചറുകൾ എന്നിവയുമുണ്ടായി. 4 പതിറ്റാണ്ടോളം കാടിന്റെ സ്പന്ദനമായി നിലകൊണ്ട G കണ്ണൻ എന്ന താടിക്കണ്ണൻ വിടവാങ്ങുമ്പോൾ പെരിയാറിന് ഇത് തീരാനഷ്ടമാണ്. കഴിഞ്ഞ വർഷം വരെ സ്വീകരിച്ചിരുന്ന കെട്ടിട നികുതി ഇപ്പോൾ പഞ്ചായത്ത് സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. വണ്ടൻമേട് നെറ്റിത്തുഴു ചിറമേൽ ബെന്നിയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ഗതികേടിലായിരിക്കുന്നത്. നെറ്റിത്തുഴു സ്വദേശി CJ ബെന്നിക്ക് സിറ്റിയിൽ 2 കടമുറികളുണ്ട്. കഴിഞ്ഞ വർഷം വരെ ഈ കെട്ടിടത്തിന് ബെന്നി കെട്ടിട നികുതി വണ്ടൻമേട് പഞ്ചായത്ത് ഓഫീസിൽ അടച്ചിരുന്നു. എന്നാൽ ഈ വർഷം കരമടയ്ക്കാൻ ബെന്നി ഓഫീസിൽ ചെന്നെങ്കിലും കരം സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. കാലങ്ങളായിട്ട് നമ്മുടെ പേരിൽ തന്നെ കരമടച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ കെട്ടിടം വാടകയ്ക്ക് കൊടുത്തതായിട്ട് ബന്ധപ്പെട്ട് കരമടയ്ക്കാൻ വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ ചെന്നപ്പോൾ എൻ്റെ ഉടമസ്ഥയിലുള്ള ഈ കെട്ടിടം അയൽപക്കത്തുള്ള അയൽവാസിയായ ആളുടെ മാനപ്പെട്ടിക്കാനായിട്ട് കാണാൻ കഴിഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ പേരിൽ ഇപ്പോൾ ബിൽഡിംഗ് ഇല്ല. ഞാൻ വണ്ടൻമേട് പഞ്ചായത്തിൻ്റെ 8ാം വാർഡിൽ 210-11 നമ്പറിൽ കരമടച്ച് വന്നിരുന്ന ബിൽഡിങ്ങാണ്. ആ നമ്പറിൽപ്പെട്ട ബിൽഡിംഗ് ഇപ്പം എൻ്റേതല്ല, അയൽപക്കംകാരൻ്റെ ബിൽഡിംഗ് ആയിട്ടാണ് രേഖപ്പെടുത്തിക്കുന്നതായി പഞ്ചായത്ത് ഓഫീസറിനെ സൂചിപ്പിച്ചത്. അപ്പോൾ അതും പ്രകാരം അവരെൻ്റെ കരം മേടിച്ചിട്ടുമില്ല.
വർഷങ്ങൾക്ക് മുമ്പ് ബെന്നി തന്റെ 2 കടമുറിയോട് ചേർന്നുള്ള 10 സെന്റ് സ്ഥലം സിജിമോൾ ചാക്കോ എന്ന വ്യക്തിക്ക് വിറ്റിരുന്നു. ഇപ്പോൾ രേഖകളിൽ ബെന്നിയുടെ 2 കടമുറികളും സിജിമോളുടെ പേരിലാണ്. ഈ കടമുറികൾ തന്റേതല്ലെന്ന് പറഞ്ഞിട്ടും പഞ്ചായത്ത് അധികൃതർ ഇത് അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് സിജിമോളും പറയുന്നു. കെട്ടിട നികുതി അടയ്ക്കാത്തതിനാൽ കടയുടെ ലൈസൻസ് പുതുക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് ബെന്നി. ഇന്ദിരാഗാന്ധി ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി 26-ാം തീയതി കോൺഗ്രസ് ബൂത്തുതല സംഗമങ്ങൾ സംഘടിപ്പിക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 6 ബൂത്തുകളിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ഉടനീളം ബൂത്ത് കമ്മിറ്റികൾ കൂടുതൽ ചലനാത്മകമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇടുക്കി ജില്ലയിലെ 969 ബൂത്തുകളിലും ജൂലൈ 31-നകം കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, MM ഹസൻ, VM സുധീരൻ, K മുരളീധരൻ, MP മാർ, MLA മാർ, സംസ്ഥാന നേതാക്കൾ തുടങ്ങി 50ഓളം നേതാക്കൾ വിവിധ ബൂത്തുകളിൽ പങ്കെടുക്കും. ഉടുമ്പൻചോല പഞ്ചായത്തിലെ 50-ാം നമ്പർ ബൂത്തിൽ 26-ാം തീയതി രാവിലെ 12:30-നും, നെടുങ്കണ്ടത്ത് 1:30-നും, പാമ്പാടുംപാറയിൽ 2:30-നും, കരുണാപുരത്ത് 3:30-നും, വണ്ടൻമേട് 4:30-നും, ചക്കുവള്ളത്ത് 5:30-നും നടക്കുന്ന കുടുംബയോഗങ്ങളിൽ ഉമ്മൻചാണ്ടി പങ്കെടുക്കും. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരായിട്ടുള്ള ശക്തമായ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടുംബ സംഗമങ്ങളിൽ നടക്കും. അതേപോലെ തന്നെ ജില്ലയിലെ കാർഷിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കർഷകരുടെ അടക്കമുള്ള ഉത്കണ്ഠകൾ പങ്കുവെക്കുന്ന പരിപാടി എന്ന നിലയിലായിരിക്കും ആ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പോഷക സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ചടുലമാക്കുന്നതിന് വേണ്ടി ഓരോ ബൂത്തുകളിൽ നിന്നും ഓരോ പോഷക സംഘടനകൾക്കും നിശ്ചിതമായിട്ടുള്ള അംഗങ്ങളെ ആ ബൂത്ത് തല കമ്മിറ്റികൾ ശുപാർശ ചെയ്യുന്നതനുസരിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് സ്വരൂപിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ കൂടി നന്നാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങൾ കൂടി ഇതിനോടൊപ്പം തുടക്കം കുറിക്കുകയാണ്. കേന്ദ്രത്തിലെ മോദി സർക്കാരിന്റെയും സംസ്ഥാനത്തെ LDF സർക്കാരിന്റെയും ജനദ്രോഹ ഫാസിസ്റ്റ് ഭരണശൈലിയും ഭരണപരാജയവും തുറന്നുകാട്ടുന്ന ചർച്ചകൾ ഇവിടെ നടത്തും. പുതിയതായി ബൂത്ത് തലങ്ങളിൽ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ച മുഴുവൻ പ്രവർത്തകരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിക്കുമെന്നും DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ പറഞ്ഞു. പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ബൂത്തിലെ മുഴുവൻ കുട്ടികൾക്കും പ്രിയദർശിനി അവാർഡ് നൽകും. ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഹ്രസ്വചിത്രവും പ്രദർശിപ്പിക്കും. ഇന്ദിരാഗാന്ധി ജന്മശതാബ്ദി സ്മരണയ്ക്കായി പൊതുസ്ഥലത്ത് ഓരോ ബൂത്തിലും 5 വൃക്ഷത്തൈകൾ വീതം നടും. ഏറ്റവും നല്ല കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്ന ഓരോ ബ്ലോക്കിലെയും 10 ബൂത്തുകൾക്ക് DCC പ്രത്യേക സമ്മാനം നൽകുമെന്നും ഇബ്രാഹിം കുട്ടി കല്ലാർ പറഞ്ഞു. പാർട്ടി പ്രവർത്തനത്തിൽ മുമ്പ് സജീവമായിരുന്നവർ, മുൻ ജനപ്രതിനിധികൾ, മുൻ സ്ഥാനാർത്ഥികൾ തുടങ്ങിയവരെ വീട്ടിൽ ചെന്ന് ക്ഷണിച്ച് സംഗമത്തിൽ പങ്കെടുപ്പിക്കും. വന്ദേമാതര ഗാനത്തോടെ ആരംഭിക്കുന്ന ചടങ്ങ് ദേശീയ ഗാനം പാടി അവസാനിപ്പിക്കുമെന്നും ഇബ്രാഹിം കുട്ടി കല്ലാർ പറഞ്ഞു. നിർമ്മാണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയ റോഡിന്റെ ബില്ല് മാറി നൽകുന്നത് 6 മാസത്തേക്ക് തടഞ്ഞതായി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഷാജി കെ കുര്യൻ. വാഴത്തോപ്പ് തടിയമ്പാട് റോഡിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയത്. വാഴത്തോപ്പ് പഞ്ചായത്ത് പടി ഉണ്ണിസിറ്റി റോഡ് നിർമ്മാണത്തിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയത്. ടാറിംഗ് നടത്തി 2 ദിവസങ്ങൾക്കകം റോഡിന്റെ പല ഭാഗങ്ങളിലും പൊളിഞ്ഞു തുടങ്ങി. തുടർന്ന് ദിവസങ്ങൾക്കകം വൻ ഗർത്തങ്ങളും രൂപപ്പെട്ടു. ഇത് വിവാദമായതോടെ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി റോഡിൽ നേരിട്ട് സന്ദർശനം നടത്തി നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. വാഴത്തോപ്പ് ഉണ്ണിസിറ്റി റോഡിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെയധികം അഴിമതികൾ നടന്നിട്ടുണ്ട്. അതിനകത്ത് ക്വാളിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ മീഡിയാസിലും നാട്ടുകാരും ഒക്കെ പലരും എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. ഞാനിന്ന് നേരിട്ട് പോയി പരിശോധിച്ചു. ബന്ധപ്പെട്ട AE ഉണ്ടായിരുന്നു. AE പറഞ്ഞ AEയുടെ സാന്നിധ്യത്തിലാണ് ഈ വർക്ക് ചെയ്തേക്കുന്നതാണ് പറഞ്ഞത്. എന്നിരുന്നാലും അതിനകത്ത് പലയിടത്തും പൊളിഞ്ഞിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ ബില്ല് ഞാനിരിക്കുമ്പോൾ കൊടുക്കത്തില്ല. ഇത് LBS ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും പരിശോധന നടത്തിയ ശേഷം അതിന്റെ ക്വാളിറ്റി ഉറപ്പാക്കിയ ശേഷം ബില്ല് കൊടുക്കത്തുള്ളൂ. നിർമ്മാണത്തിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി നാട്ടുകാരും ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. കരാറുകാരനോട് ബില്ല് മാറി തരുന്നതിൽ തടസ്സമുണ്ടെന്നും നിർമ്മാണത്തിൽ ക്രമക്കേടുണ്ടെന്നും കാട്ടി പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് രേഖാമൂലം പരാതിയും നൽകി. ജില്ലാ പഞ്ചായത്തിന് ഫണ്ട് അനുവദിച്ച് റോഡ് ചെയ്തതിന്റെ ടാറിങ് മോശം. അന്ന് മഴ പെയ്തിട്ടില്ലായിരുന്നു. ടാറിങ് മോശം കൊണ്ട് സംഭവിച്ച കാര്യമാണിത്. ഇത് പൊളിഞ്ഞു പോയത്. ആ ടാറിങ് ചെയ്ത് കൃത്യമായിട്ടുള്ള അളവിലോ എന്നല്ല. ഇതേ കരാറുകാരനെതിരെ മുൻപും ആരോപണം ഉയർന്നിരുന്നു. തടിയമ്പാട് കമ്പർ സ്റ്റേഷൻ നിർമ്മാണം കരാറെടുത്ത ശേഷം പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പൂർത്തീകരിക്കാതെ കിടക്കുന്നതിന് പിന്നിലും ഇതേ കരാറുകാരനാണെന്ന ആക്ഷേപവും അധികൃതർ ഉന്നയിച്ചു. വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലത്തിൽ അപകടങ്ങൾ പതിവാകുന്നു. കുഴൽപ്പാലത്തിൽ ഇന്ന് 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ഉപ്പുതറയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് വരികയായിരുന്ന കാറും കട്ടപ്പനയിൽ നിന്ന് കുട്ടിക്കാനത്തിന് പോവുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ 2 കാറുകളുടെയും മുൻവശം പൂർണ്ണമായി തകർന്നു. കട്ടപ്പനയിൽ നിന്ന് കുട്ടിക്കാനത്തിന് വന്ന കാറ് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലത്തിന് സമീപം അപകടങ്ങൾ നിത്യസംഭവമാണ്. 2 മാസം മുമ്പ് നിയന്ത്രണം വിട്ട് 2 കാറുകൾ ഇവിടെ മറിഞ്ഞിരുന്നു. അമിത വേഗതയാണ് ഇവിടെ അപകടങ്ങൾക്ക് പ്രധാന കാരണം. ഇടത് സർക്കാർ തൊഴിലാളി ദ്രോഹ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീയുക് തോമസ്. ഉപ്പുതറ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ തൊഴിലാളി കോൺഗ്രസ് സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
തൊഴിലാളി പ്രേമം പറഞ്ഞ് അധികാരത്തിലെത്തിയ സർക്കാർ തൊഴിലാളി ദ്രോഹ നയമാണ് സ്വീകരിക്കുന്നത്. ഒരു തരത്തിലും തൊഴിലാളികൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. 8 മാസത്തെ ശമ്പളം കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കുഴപ്പം കൊണ്ടാണെന്നും സിറിയക് തോമസ് കുറ്റപ്പെടുത്തി. നമ്മുടെ മേഖലയിലും ദുരിതത്തിലായ കർഷകര് ഇന്ന് തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് അവര് ആ പദ്ധതിയിൽ പണിയെടുക്കുന്നു, സാധാരണക്കാർ പണിയെടുക്കുന്നു. പക്ഷേ 100 തൊഴിൽ ദിനമെന്നത് അത് നടപ്പാക്കുവാനായിട്ട്, അത് നൽകുവാനായിട്ട് ഇവിടെ സംസ്ഥാന സർക്കാരിനോ ഇവിടെ ഉപ്പുതറ പഞ്ചായത്ത് അടക്കമുള്ള പഞ്ചായത്തുകൾക്കോ സാധിക്കുന്നില്ല. കാരണം ഇത്ര 7 മാസത്തെ 8 മാസത്തെ ശമ്പളം കുടിശ്ശിക വന്നപ്പോഴേ അത് കൊടുത്തു തീർക്കാതെ പുതിയ പണികൾ എടുക്കുവാനായിട്ട് ഈ പഞ്ചായത്തുകൾ തയ്യാറാകുന്നില്ല, അല്ലെ തൊഴിലാളികൾ ജോലി ചെയ്യുവാനായിട്ട് തയ്യാറാകുന്നില്ല. അപ്പൊ നിയമപ്രകാരം 100 ജോലി നൽകണമെന്നുള്ളത് ഇന്ന് 40, 30 ഒക്കെ ആയിട്ട് ഒരു വർഷം ചുരുങ്ങുന്നു. ശമ്പള കുടിശ്ശിക നൽകുക, ശമ്പളം 600 രൂപയാക്കി ഉയർത്തുക, കാർഷിക മേഖലയ്ക്ക് ഗുണകരമായ രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുക, ചികിത്സാ സഹായം നടപ്പാക്കുക, ഫെസ്റ്റിവൽ അലവൻസ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് പഞ്ചായത്ത് കമ്മിറ്റി ഉപ്പുതറ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇന്ദിരാ ശ്രീനി അധ്യക്ഷയായിരുന്നു. യോഗത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു പോൾ മുഖ്യപ്രഭാഷണം നടത്തി. ഷാജഹാൻ മഠത്തിൽ, PM വർക്കി പൊടിപാറ, VK കുഞ്ഞുമോൻ, SC രാജൻ, സിജോ ഫിലിപ്പ്, അമ്പിളി സലി, PP മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഇരട്ടയാറ്റിൽ സ്വന്തം പുരയിടത്തിൽ നിന്ന് ചന്ദനമരം നിയമവിരുദ്ധമായി വെട്ടിയെടുക്കാൻ ഉടമ ശ്രമിച്ചതായി പരാതി. പരാതിയെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തടി പിടിച്ചെടുത്തു. ഇന്ന് രാവിലെയാണ് ഇരട്ടയാർ ചേലക്കക്കവലയിലെ പുരയിടത്തു നിന്നും ഉടമ വർഷങ്ങൾ പഴക്കമുള്ള ചന്ദനമരം വെട്ടിയത്. ഉടൻ തന്നെ വനംവകുപ്പിൽ സമീപവാസികൾ വിവരം അറിയിച്ചു. ഇതിനെ തുടർന്ന് കട്ടപ്പനയിൽ നിന്നും വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി തടി പിടിച്ചെടുത്ത് സതയടിച്ച് ഉടമയ്ക്കെതിരെ കേസുമെടുത്തു. എന്നാൽ പ്രതിയെ തെളിവുകളോടെ പിടികൂടിയിട്ടും അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ CPM ഇരട്ടയാർ ലോക്കൽ കമ്മിറ്റി രംഗത്തെത്തി. അത് താനുവലിയിൽ പാപ്പ എന്ന് അറിയപ്പെടുന്ന ആളിൻ്റെ പറഞ്ഞു നിന്നാണ്. ആ പുള്ളി അത് വെട്ടി മുറിച്ച് വിൽക്കാനും ഒക്കെ ഉള്ള ശ്രമമുണ്ടായി. അത് പരാതിയുടെ പുറത്ത് വന്ന് ഇപ്പോൾ അന്വേഷണം നടന്നിട്ടുണ്ട്. അത് ശക്തമായ നിലപാടെടുക്കണമെന്നുള്ളതാണ് CPM ഇരട്ടയാർ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. ആളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും ഈ ചന്ദനമരം സർക്കാരിലേക്ക് കട്ടുകെട്ടുകയും ചെയ്യണമെന്ന് ലോക്കൽ കമ്മിറ്റി അറിയിക്കുകയാണ്. വീടിന് മുകളിലേക്ക് അപകട ഭീഷണി ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റിയാലോ, കർഷകർ നട്ടുപിടിപ്പിച്ച മരങ്ങൾ വെട്ടിയാലോ നിയമക്കുരുക്കിലേക്ക് വലിച്ചഴിക്കുന്ന വനംവകുപ്പ് നിസ്സാര കേസാണ് ചന്ദനമരം മുറിച്ച വ്യക്തിയുടെ മേൽ ചുമത്തിയിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്നും CPM നേതാക്കൾ പറഞ്ഞു. AIYFന്റെ നേതൃത്വത്തിൽ കട്ടപ്പന DEO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുക, സ്വാശ്രയ കോളേജുകളെ നിയന്ത്രിക്കുക, വിദ്യാഭ്യാസ കച്ചവടം അവസാനിപ്പിക്കുക, അവകാശ പത്രിക അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി J. അരുൺ ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ലോ അക്കാദമി സമരം നമുക്ക് മുന്നിലുള്ള വലിയൊരു തെളിവാണ്. ലോ അക്കാദമി സമരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന AISF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുമ്പോൾ പുറകെ നിന്ന് കണ്ടവരാണ് SFI. വൈകി വന്നവർ നേരത്തെ പോയി ആ വിദ്യാർത്ഥി സമരത്തെ ഒറ്റുകൊടുക്കുന്ന രൂപത്തിലേക്ക് പോയവരാണ് കേരളത്തിലെ വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമെന്ന് സ്വയം അവകാശപ്പെടുന്നവർ. ആ വിദ്യാർത്ഥി സംഘടന കേരളത്തിന്റെ തെരുവീതികളിൽ, കേരളത്തിന്റെ കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾ ഒറ്റപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് AISF നേതൃത്വത്തിൽ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പിശക് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാവണം എന്നാണ് AISFന്റെ ആവശ്യം. ജില്ലാ പ്രസിഡന്റ് അഖിലാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി അമൽ അശോകൻ, ആനന്ദു KS തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. പാമ്പാടുപാറ പഞ്ചായത്തിലെ വിളുമ്പൻപടി ജലനിധി പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശശികുമാർ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ജലനിധി പദ്ധതിയുടെ ഭാഗമായി വിളുമ്പൻപടി കുടിവെള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കളായ 25 വീട്ടുകാർക്ക് മഴവെള്ള സംഭരണികളാണ് നിർമ്മിച്ചു നൽകുന്നത്. 10 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ്. പദ്ധതിയുടെ 10% തുക ഗുണഭോക്തൃ വീതമാണ്. രണ്ടാം ഘട്ട ജലനിധി പദ്ധതികളുടെ ഭാഗമായാണ് പാമ്പാടുപാറ ഗ്രാമപഞ്ചായത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. വൻ കുടിവെള്ളക്ഷാമം നേരിടുന്ന പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രദേശവാസികളുടെ സഹകരണത്തോടെ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. മേഖലയിലെ കുടിവെള്ളക്ഷാമം പൂർണ്ണമായും പരിഹരിക്കുന്ന തരത്തിൽ
പ്രദേശവാസികളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഈ ജലനിധി പദ്ധതി നിൽക്കുന്നത് കൊണ്ട് കാലാവസ്ഥാ വ്യതിയാനവും മറ്റും മൂലമുണ്ടായിട്ടുള്ള നമ്മുടെ നാട്ടിലെ വരൾച്ച അത് നേരിടാൻ അടിയന്തരമായി ചെയ്യേണ്ട ശുദ്ധജല പദ്ധതികൾക്ക് രൂപം കൊടുക്കാനും അതിനാവശ്യമായ നടപടി സ്വീകരിക്കാനും ജലനിധി പഞ്ചായത്ത് എന്നുള്ളത് കൊണ്ട് പഞ്ചായത്തിന് കഴിയാതെ വന്നിരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. വിളമ്പൻപടി കുടിവെള്ള പദ്ധതി ഗുണഭോക്തൃ കമ്മിറ്റി പ്രസിഡന്റ് രാജഗോപാലൻ നായർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുധാ മോഹൻ, ഉഷ സുധാകരൻ, സരിത രാജേഷ്, ലതാ ചന്ദ്രൻ, രാധാകൃഷ്ണപിള്ള, കമ്മിറ്റി ട്രഷറർ PT ഷൈനി ശിവശങ്കരൻ, PT ഷിഹാബ് എന്നിവർ സംസാരിച്ചു. ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ സംസ്ഥാന വാർഷിക സമ്മേളനം ജൂൺ 30 ഇരട്ടിയാറിൽ നടക്കും. റോഷേഷ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 1996 തിരുവനന്തപുരം കേന്ദ്രമാക്കി രൂപം കൊണ്ട ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് അസോസിയേഷന്റെ 21ാം വാർഷിക സമ്മേളനമാണ് നടക്കുന്നത്. മുതിർന്ന പൌരന്മാരുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും വേണ്ടി രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് ഇപ്പോൾ 170 യൂണിറ്റുകളുണ്ട്. കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ കോഴിക്കോട് വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് സംഘടന. അണുകുടുംബമായതോടുകൂടി വീട്ടിലെ മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണം അതീവ ദുർഘടമായി തീർന്നിരിക്കുകയാണ്. പലരും മാതാപിതാക്കളെ അവഗണിക്കുകയും വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുകയും ചെയ്യുക എന്നത് നിത്യേന വർദ്ധിച്ചു വരികയാണെന്നും സീനിയർ സിറ്റിസൺ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സീനിയർ സിറ്റിസൺ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നടക്കും. നമ്മുടെ ജില്ലയുടെ പച്ചപ്പ് കാണാനായിട്ട് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തിയാണ്. മിക്കവാറും കട്ടപ്പന കേന്ദ്രമായി അവരുടെ തലേദിവസം വരുന്നവർ കട്ടപ്പന ഇരട്ടയാറുമായിട്ട് വലിയ വ്യത്യാസമില്ലെങ്കിലും ഇരട്ടയാറ്റിൽ ലോഡ്ജ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും വരുന്നവർ കട്ടപ്പന തങ്ങിയിട്ട് രാവിലെ അങ്ങോട്ട് പോകുമായിരിക്കും. അത് കട്ടപ്പനയുടെയും ഇരട്ടയാറ്റിൻ്റെയും ഇടുക്കി ജില്ലയുടെയും മൊത്തം ഒരു ഉത്സവമായിരിക്കും. സംഘടനയുടെ വാർഷിക സമ്മേളനം ജൂൺ 30 ഇരട്ടയാർ സെന്റ് തോമസ് ഫൊറോനാപ്പള്ളി പരീക്ഷാളിൽ വെച്ചാണ് നടക്കുന്നത്. സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K. രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായിരിക്കും. ഫാദർ മാത്യു തറമുട്ടം, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനിയമ്മ ജോസഫ്, മുൻ MLA തോമസ് ജോസഫ് തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് തോമസ് ജോസഫ്, PT വർക്കി പുളിയൻകുന്നേൽ, ഔസേപ്പച്ചൻ ശൗര്യാങ്കുഴി, OS പ്രഭാകരൻ നായർ എന്നിവർ പങ്കെടുത്തു. മാലിന്യ സംസ്കരണ രംഗത്ത് മറ്റ് പഞ്ചായത്തുകൾക്ക് മാതൃകയാവുകയാണ് കുമളി ഗ്രാമപഞ്ചായത്ത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ പ്രത്യേകമായി 2 ദിവസം മാറ്റിവെച്ചിരിക്കുകയാണ് പഞ്ചായത്ത് അധികൃതർ. വിനോദസഞ്ചാര കേന്ദ്രമായ തേക്കടി ഉൾപ്പെടുന്ന കുമളി ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം വർദ്ധിച്ചുവരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. അതിനാൽ പ്ലാസ്റ്റിക് ശേഖരണത്തിന് പഞ്ചായത്ത് പുതിയ സംവിധാനം ഒരുക്കുകയാണ്. മാലിന്യങ്ങൾ ശേഖരിക്കുന്ന വാഹനങ്ങളിൽ ഇനി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കില്ല. പകരം വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിൽ പ്രത്യേക വാഹനമെത്തും. പ്ലാസ്റ്റിക്കിനെ തുരത്താൻ പല മാർഗങ്ങൾ നോക്കിയിട്ടും ഫലവത്താകാതെ വന്നതോടെയാണ് ഗ്രാമപഞ്ചായത്ത് പുതിയ പരീക്ഷണം നടത്തുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജെയിംസ് പറഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രം ശേഖരിക്കുവാനായിട്ട് ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ഒരു പ്രത്യേക വാഹനം അയക്കുന്നതായിരിക്കും. അതിൽ മാത്രം പ്ലാസ്റ്റിക് വൃത്തിയാക്കി കൊടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഫുഡ് വേസ്റ്റും മറ്റ് ജൈവ വസ്തുക്കളും തരംതിരിച്ച് അജൈവം, ജൈവം എന്നിങ്ങനെ തരംതിരിച്ച് വണ്ടിയിൽ സാധാരണ കൊടുക്കുന്നത് പോലെ കൊടുക്കേണ്ടതാണ്. ഈ 4 രീതികളിലാണ് നമ്മുടെ സംസ്കരണ പ്ലാന്റായ മുരിക്കടിയിലുള്ള പ്ലാന്റിൽ നമുക്കുള്ളത്. പ്ലാസ്റ്റിക് വസ്തുക്കൾ റീസൈക്കിൾ ചെയ്ത് നമുക്ക് അത് ഗ്രാനുലേറ്റ് രൂപത്തിലാക്കി തമിഴ്നാട്ടിൽ കൊടുത്ത് വിൽക്കുകയാണ് നമ്മൾ ചെയ്തത്. പ്ലാസ്റ്റിക് ഇനം തിരിച്ച് പൊടിച്ച് ടാറിങ്ങിനായും പുനരുപയോഗത്തിനായും നൽകാൻ കഴിയും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വൃത്തിയാക്കി നൽകിയാൽ ഇത് എളുപ്പത്തിലാക്കാനും സാധിക്കും. മുരിക്കടി ഗ്രീൻ കുമളി, ക്ലീൻ കുമളി സൊസൈറ്റിയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇത് ലംഘിക്കുന്നവർക്കെതിരെ പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇടുക്കി ചുരുളിയിൽ വൃദ്ധയും വിധവയുമായ വീട്ടമ്മയുടെ നടപ്പുവഴി അയൽവാസികൾ അടച്ചതായി പരാതി. വഴി തുറന്നുകൊടുക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്നും പരാതിക്കാരിയായ മേരി ജോൺ പറയുന്നു. ചുരുളി ആൽപ്പാറ റോഡിൽ ഹോമിയോ ആശുപത്രിക്ക് സമീപമാണ് 65 വയസ്സുള്ള വിധവയായ മേരി ജോൺ താമസിക്കുന്നത്. ആകെയുള്ള 25 സെന്റ് സ്ഥലത്താണ് വിധവയും മാനസിക രോഗിയുമായ മകളുമൊത്ത് ഇവർ കഴിയുന്നത്. തൊഴിലുറപ്പ് പണിക്ക് പോയാണ് ഇവർ ഉപജീവനം നടത്തുന്നത്. ഇവർക്ക് ചുരുളിയിൽ നിന്ന് ആൽപ്പാറയ്ക്കുള്ള ടാർ റോഡിലേക്ക് കടക്കാനുള്ള ഏക ആശ്രയമായ നടപ്പുവഴി 2 അയൽവാസികൾ ചേർന്ന് അടച്ചുകെട്ടി. ഇതോടെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ഇവർക്ക് കഴിയാതെയായി. മേരി ജോൺ ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ഡെപ്യൂട്ടി കളക്ടർക്കും വില്ലേജ് ഓഫീസർക്കും കളക്ടർ നിർദ്ദേശവും നൽകി. റോഡ് കയ്യേറിയതായി ഇവരുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെടുകയും ചെയ്തു. കളക്ടറെ കാണിച്ചു, എല്ലാവരെയും കാണിച്ചു. പക്ഷെ എന്താ സംഭവിക്കുന്നത് 8 സെന്റ് വീട് വെക്കാനായിട്ട് മേടിച്ചു വെച്ചേക്കാണ്. ആ ഒരു വീട് വെച്ച് കഴിഞ്ഞ വഴി ഞങ്ങൾക്ക് തരത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. മണ്ണി വഴി ഇട്ടിട്ടാണ് കുഴപ്പമില്ല.
അവരന്നേരം അത് കാണിച്ചത് അതിൻ്റെ മേമ്പറായിട്ട് കാണിച്ചു. ഇപ്പോൾ എന്നിട്ട് ഞാൻ കയ്യേറ്റമൊഴിപ്പിച്ച് വഴി പുനഃസ്ഥാപിക്കാൻ തഹസിൽദാർ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ നടപ്പ് വഴി പുനഃസ്ഥാപിക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലയാണെന്നാണ് വില്ലേജ് ഓഫീസറുടെ നിലപാട്. തനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് മറ്റു അധികാരികൾക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മേരി ജോൺ. കട്ടപ്പന സഹകരണ ആശുപത്രിയുടെ ഉദ്ഘാടനം ജൂലൈ 15 നടക്കും. ഉദ്ഘാടനത്തിലുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ നടന്നു. പൊതുജന പങ്കാളിത്തത്തോടെ കട്ടപ്പനയിൽ ആരംഭിക്കുന്ന സഹകരണ ആശുപത്രിയുടെ ഉദ്ഘാടനത്തിനുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം കട്ടപ്പന കൊച്ചുകുടി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ആശുപത്രി പ്രസിഡന്റ് CV വർഗീസ് സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. തുടങ്ങിയിട്ടുള്ള സമീപ പഞ്ചായത്തുകളും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ വരാമെന്ന് ബോർഡുകൾ സ്ഥാപിച്ചു. മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് ക്ഷണിക്കേണ്ടവരായി ഇപ്പോൾ 2 മന്ത്രിമാർ വരും. പിന്നെ അങ്ങോട്ട് കൂടുതൽ ആളുകളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാവുന്ന മുൻ ജില്ലാ ബാങ്ക് പ്രസിഡന്റുമാരെ നിയമവാഗസ്ഥയെ വിളിക്കണം. കാരണം ഇത് ആരംഭഘട്ടത്തിൽ നമ്മളെ നല്ല രൂപത്തിൽ സഹായം നൽകിയിട്ടുള്ളതാണ്. സംഘം വൈസ് പ്രസിഡന്റ് KR സോദരൻ അധ്യക്ഷനായിരുന്നു. കട്ടപ്പന നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സെബാസ്റ്റ്യൻ, CK മോഹനൻ, കാഞ്ചിയാർ രാജൻ, CR മുരളി, ഔസേപ്പച്ചൻ, സ്കറിയ തോമസ്, CB ജോൺ, മുനിസിപ്പൽ കൌൺസിലർമാർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ, സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി KS മോഹനൻ, CK ശശി, KP ഹസൻ, PK ഗോപി, ലൂക്ക ജോസഫ് എന്നിവരെ രക്ഷാധികാരികളായും KR സോദരനെ ചെയർമാനായും KP സുമോദിനെ ജനറൽ കൺവീനറായും തെരഞ്ഞെടുത്തു. G സുബീഷാണ് കോർഡിനേറ്റർ. ഭിന്നശേഷിയുള്ളവർക്ക് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. മൂന്നാർ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെ 2016-17 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷിയുള്ളവർക്ക് ഉപകരണങ്ങൾ നൽകിയത്. 37.5 ലക്ഷം രൂപ മുടക്കി മൂന്നാർ, വട്ടവട, കാന്തല്ലൂർ, മറയൂർ എന്നിവിടങ്ങളിൽ നിന്നും എത്തിയവർക്കാണ് സൗജന്യമായി ഉപകരണങ്ങൾ നൽകിയത്. 16-17 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭിന്നശേഷിയുള്ളവർക്കുള്ള ഉപകരണങ്ങൾ, അവർക്ക് ഏതാണ് ഉപകരണം വേണോ ആ ഉപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടി 37.5 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ജില്ലയിൽ ഗുണഭോക്താക്കളെ പഞ്ചായത്തിൽ നിന്ന് തരുന്ന ലിസ്റ്റുകൾ അനുസരിച്ച് അതിന് ക്യാമ്പ് നടത്തി ആ ക്യാമ്പിലൂടെ കണ്ടെത്തി അവർക്ക് ഉപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള ബൃഹത്തായ ഈ പദ്ധതി നല്ല നിലയിലാണ് നടപ്പിലാക്കി വരുന്നത്. അതിൻ്റെ ഭാഗമായി മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ, വട്ടവട, പള്ളിവാസൽ, മാങ്കുളം തുടങ്ങിയ പഞ്ചായത്തിലെ രാവിലെ മൂന്നാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് R കറുപ്പസ്വാമി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി AP ഫ്രാൻസിസ്, ടൗൺ മെമ്പർ പളനിസ്വാമി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡൈനാമിക് ടച്ച് എന്ന നൂതന ചികിത്സാ പദ്ധതിയിലൂടെ വേദന അനുഭവിക്കുന്ന 100 കണക്കിന് രോഗികൾക്ക് ആശ്വാസമാവുകയാണ് ഉപ്പുതോട് സ്വദേശി ഡോക്ടർ എബ്രാഹിം ജോസഫ്. ഔഷധരഹിത ചികിത്സാരീതിയാണ് ഡൈനാമിക് ടച്ച് പെയിൻ ഹീലിംഗ്. പ്രധാനമായും വിവിധതരം വേദനകൾക്കുള്ള ഔഷധരഹിത ചികിത്സയാണ് ഡൈനാമിക് ടച്ച് പെയിൻ ഹീലിംഗ്. മരുന്ന്, എണ്ണ, കുഴമ്പ്, ഓയിൽമെന്റ് തുടങ്ങി യാതൊരുവിധ ഔഷധങ്ങളും ഈ ചികിത്സയ്ക്ക് ആവശ്യമില്ല. കൊടിഞ്ഞി, തലവേദന, പല്ലുവേദന, കഴുത്തുവേദന, കൈകാൽ വേദന, നടുവേദന തുടങ്ങിയവ കൂടാതെ ഉറക്കക്കുറവ്, ടെൻഷൻ, സ്ട്രോക്ക് ഉണ്ടായത് മൂലമുള്ള കൈകാലുകളുടെ സ്വാധീനക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ഡൈനാമിക് ടച്ചിലൂടെ മികച്ച ഫലം ലഭിക്കും. ശരീരത്തുള്ള വിവിധ മർമ്മസ്ഥാനങ്ങളിൽ സമ്മർദ്ദമേൽപ്പിച്ച് രോഗശമനം വരുത്തുകയാണ് ഈ ചികിത്സാ രീതിയുടെ പ്രത്യേകത. രോഗസ്ഥിതി അനുസരിച്ച് 1 മണിക്കൂറിൽ താഴെയോ അതിലധികമോ ആണ് ചികിത്സയ്ക്ക് വേണ്ടിവരുന്ന സമയം. അധികം പഴക്കമില്ലാത്ത വേദനകൾ 1-2 സിറ്റിംഗിലൂടെ മാറാറുണ്ടെങ്കിലും വേദനയുടെ ഗൌരവവും കാലപ്പഴക്കവും അനുസരിച്ച് ചിലർക്ക് കൂടുതൽ സിറ്റിംഗുകൾ വേണ്ടി വന്നേക്കാം. കാലപ്പഴക്കം ചെന്ന കുടിഞ്ഞിയും വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുള്ള തട്ട്, മുട്ട്, കാൽതെറ്റി വീഴൽ, ഉയരത്തിൽ നിന്നുള്ള വീഴ്ച, ഭാരമുയർത്തൽ തുടങ്ങിയവയുടെ ഫലമായുണ്ടായ വേദനകൾ, പലവിധ ചികിത്സാ രീതികൾ പരീക്ഷിച്ചിട്ടും സുഖപ്പെടാതെ നിൽക്കുന്ന വേദനകൾ എന്നിവ മൂലം വിഷമിക്കുന്ന ധാരാളം പേർ ഈ ചികിത്സാ രീതിയിലൂടെ സുഖപ്പെട്ടിട്ടുണ്ട്. രോഗത്തിനനുസൃതമായ സെലക്ട് ചെയ്ത മർമ്മഭാഗങ്ങളിൽ പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തിയാണ് ചികിത്സ നടത്തുന്നത്. പല്ലുവേദനയൊക്കെ 2-3 മിനിറ്റ് കൊണ്ട് മാറിയ അനുഭവം വരെ ഇവിടെ ധാരാളം പേർക്ക് ഉണ്ടായിട്ടുണ്ട്. എത്ര പഴക്കമുള്ള പല്ലുവേദനയാണ്. അതുപോലെ കൊടിഞ്ഞി എത്ര ദിവസം പഴക്കമുള്ളതാണെങ്കിലും എത്ര വർഷം പഴക്കമുള്ള ആണെങ്കിലും നിലവിലുള്ള ആ വേദന ഒരു 10-20 മിനിറ്റിനകം മാറും. അധ്യാപകനായി ജോലി ചെയ്തിരുന്ന കാലത്ത് ധാരാളം വിദ്യാർത്ഥികളുടെ വേദനകൾ എബ്രഹാം ജോസഫ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും വിദേശത്തുമുള്ള ഗുരുക്കന്മാരിൽ നിന്ന് മർമ്മ ചികിത്സ ഉൾപ്പെടെ വിവിധ ഔഷധരഹിത ചികിത്സാ രീതികൾ അഭ്യസിക്കുകയും ഇത് സംബന്ധിച്ചുള്ള ധാരാളം പുസ്തകങ്ങൾ പഠനവിധേയമാക്കുകയും ചെയ്തതിനു ശേഷം വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഔഷധരഹിത ചികിത്സാ രീതിയാണ് ഡൈനാമിക് ടച്ച്. 2016 സെപ്റ്റംബർ 9 മുതൽ 11 വരെ കോട്ടയത്ത് വെച്ച് നടന്ന 6ാമത് യൂറോ ഇന്ത്യ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന അന്താരാഷ്ട്ര മെഡിക്കൽ കോൺഫറൻസിലുൾപ്പെടെ
5 അന്താരാഷ്ട്ര മെഡിക്കൽ കോൺഫറൻസുകളിൽ ഔഷധങ്ങൾ ഉപയോഗിക്കാതെ വേദന സുഖപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച പ്രബന്ധങ്ങളും ഡോക്ടർ എബ്രഹാം ജോസഫ് അവതരിപ്പിച്ചിട്ടുണ്ട്. വിജയ് ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉപ്പുതറ പരപ്പ് ചവറഗരി സ്പെഷ്യൽ സ്കൂളിൽ വിജയിയുടെ 43ാം ജന്മദിനം ആഘോഷിച്ചു. ES ബിജിമോൾ MLA ഫാൻസ് അസോസിയേഷന്റെ ചാരിറ്റി പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. വിജയ് ഫാൻസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നടൻ വിജയിയുടെ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പിയും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുമാണ് വിജയിയുടെ പിറന്നാൾ ആഘോഷിച്ചത്. കഴിഞ്ഞ 9 വർഷമായി വിജയിയുടെ പിറന്നാൾ ദിനത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കൊപ്പമാണ് ഇവർ ആഘോഷങ്ങൾ നടത്തുന്നത്. ചാരിറ്റി പ്രവർത്തനത്തിന് അസോസിയേഷൻ അംഗങ്ങൾ തന്നെയാണ് പണം കണ്ടെത്തുന്നത്. വിജയണ്ണന് 43ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾ ചാവറഗിരി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് അന്നദാനവും അതോടൊപ്പം പഠനോപകരണങ്ങളും വിതരണം ചെയ്യുകയുണ്ടായി. ES ബിജിമോൾ MLA ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ നിലവിൽ വിജയ് ഫാൻസ് ഇടുക്കിയിൽ ഇപ്പം മെയിനായിട്ട് വന്നിട്ട് 9 വർഷം പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ. അതിപ്പോൾ അതിൻ്റെ ഓരോ വർഷം കഴിയുന്നതോറും നമ്മളിങ്ങനെ ഓരോ വെൽഫെയർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഒരു വെൽഫെയർ ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പം നല്ല രീതിക്ക് തന്നെ ചെയ്തത്. അസോസിയേഷൻ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന കുട്ടികൾക്കൊപ്പം പിറന്നാൾ ആഘോഷിച്ച് അസോസിയേഷൻ അംഗങ്ങൾ മാതൃകയായി. ഈ ചാവറഗിരിയിലെ മെന്റലി ചലഞ്ചഡ് ബൗദ്ധികമായി വെല്ലുവിളി നേരിടുന്ന കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നു. ഭക്ഷണം കൊടുക്കുവാനും അതുപോലെ തന്നെ ഇവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുവാനും ഇവർ മുൻപന്തിയിലാണ്. ഇങ്ങനെ സ്വാന്തന സ്പർശവുമായി ഈ മക്കളുടെ പ്രവർത്തനങ്ങളിലേക്ക് കൈകോർക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന വിജയ് ഫാൻസിൻ്റെ എല്ലാ മക്കൾക്കും വിജയിയുടെ ബർത്ത്ഡേ മംഗളങ്ങൾ ആശംസിക്കുന്നു. ആഘോഷത്തോടനുബന്ധിച്ച് ചവറഗിരിയിലെ കുട്ടികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഒരു ദിവസം മുഴുവൻ കുട്ടികൾക്കൊപ്പം ചിലവഴിച്ചാണ് അസോസിയേഷൻ അംഗങ്ങൾ മടങ്ങിയത്. സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിൽ തെരഞ്ഞെടുക്കപ്പെട്ട ലീഡർമാരുടെ സത്യപ്രതിജ്ഞ കട്ടപ്പന ഓക്സിലിയം സ്കൂളിൽ നടന്നു. കട്ടപ്പന ജനമൈത്രി SI ജോയ്സ് അപ്രയം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 2017 അധ്യയന വർഷത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ലീഡർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് കട്ടപ്പന ഓക്സിലിയം സ്കൂളിൽ നടന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ മാനേജർ സിസ്റ്റർ ഷീല ജേക്കബ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ സിസ്റ്റർ സോഫി ജോസഫ് ലീഡേഴ്സിന് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. സിസ്റ്റർ മേരി ജോസഫ്, സിസ്റ്റർ സലോമി, സ്റ്റാഫ് സെക്രട്ടറി ധന്യാമോൾ KM, കായികാധ്യാപകരായ റോയി ജോസ്, ഹേലൻ ജോസ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ഇനി നമസ്കാര സമയം. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Express your love with golden moments. KG's Jewelry. In association with ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ. ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. The taste of goodness. മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. പ്രകൃതി മനോഹരമായ അഞ്ചുരുളിയിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ദുരിതവും അപകട ഭീഷണിയും. അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങളോ സുരക്ഷാ മാർഗങ്ങളോ ഇല്ലാത്ത അഞ്ചുരുളി സന്ദർശകർക്ക് അപകടക്കണിയാവുകയാണ്. നേർക്കാഴ്ചയിലേക്ക്. ഇത് പ്രകൃതിയുടെ വരദാനമായ അഞ്ചുരുളി ജലാശയവും തുരങ്കവും. പ്രകൃതി മനോഹാരിത കൊണ്ട് ആരെയും ആകർഷിക്കുന്ന അഞ്ചുരുളി ഇന്ന് വിനോദസഞ്ചാരികളുടെ പറുദീസയാണ്. വേനൽക്കാലത്തും മഴക്കാലത്തുമെല്ലാം ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. ഹൈഡൽ ടൂറിസത്തിന് വലിയ സാധ്യതയാണ് ഇവിടെയുള്ളത്. ഇതുകൂടി നടപ്പാക്കിയാൽ ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിക്കും. എന്നാൽ അഞ്ചുരുളിയിലെത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ദുരിതമാണ്. അടിസ്ഥാന സൗകര്യത്തിന്റെ അപര്യാപ്തതയാണ് സഞ്ചാരികളെ വലയ്ക്കുന്നത്. പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ പോലും ഇവിടെ സൗകര്യമൊരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. വേനൽ മഴ കുറഞ്ഞതോടെ തടാകത്തിലെ വെള്ളം ഏറെ താഴ്ന്നു. ഇതോടെ സഞ്ചാരികൾ തടാകത്തിലിറങ്ങുന്നത് പതിവ് കാഴ്ചയാണ്. തടാകത്തിൽ വലിയ കയങ്ങളുള്ളതിനാൽ ഏതു നിമിഷവും അപകടമുണ്ടാകാവുന്ന അവസ്ഥയാണ്. അഞ്ചുരുളിയിൽ നിരവധി ആൾക്കാർ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഹൈഡൽ ടൂറിസം കൂടി സാധ്യതപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ടൂറിസത്തിൻ്റെ സാധ്യത വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്തും മറ്റ് ത്രിതല പഞ്ചായത്തുകളും നടത്തേണ്ട ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ടൂറിസ്റ്റുകൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒരു സൗകര്യമൊന്നുമില്ല, ടോയ്ലറ്റ് പോലും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. കാലവർഷം ആരംഭിച്ചതോടെ പാറകളിൽ തെന്നി വീഴാനുള്ള സാധ്യതയുമേറി. തടാകത്തിന് മുകളിലെ കുന്നിൽ നിന്ന് സെൽഫി എടുക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. തുരങ്കത്തിനുള്ളിൽ സഞ്ചാരികൾ കയറുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് വർഷങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെടുന്നതാണ്.
തടാകത്തിന് മുകളിലായി സംരക്ഷണ വേലികൾ നിർമ്മിക്കാനും ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല. അഞ്ചുരുളിയുടെ വികസനം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ നടപ്പിൽ വരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. In association with ജില്ലയിൽ ആദ്യമായി മൈ കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈ കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന കാർഡമം പ്ലാന്റേഴ്സ് മാർക്കറ്റിംഗ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 165, വിൽപ്പനയ്ക്ക് വന്നത് 31,919, വിൽപ്പന നടന്നത് 30,774, കൂടിയ വില 1,238, ശരാശരി വില 998. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 480 രൂപ, ഏലം കൂടിയത് 920, ശരാശരി 840, കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 117 രൂപ, ഗ്രാമ്പു 600 രൂപ, കൊക്കോ 32 രൂപ, റബ്ബർ 107 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2,695 രൂപ, വെള്ളി 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. ബാംഗ്ലൂരിൽ വൻ കള്ളനോട്ട് കേന്ദ്രം കണ്ടെത്തി. വണ്ടിപ്പെരിയാർ കള്ളനോട്ട് കേസിന്റെ അന്വേഷണത്തിനിടെ ബാംഗ്ലൂരിൽ നിന്ന് കള്ളനോട്ട് പ്രിന്റ് ചെയ്യാനുള്ള 5 കോടി രൂപയുടെ ഉപകരണങ്ങൾ പിടിച്ചെടുത്തു. കമ്പംമെട്ടിൽ തൽസ്ഥിതി തുടരുവാനും സർവേ നടപടികൾ നിർത്തിവെക്കാനും സർക്കാർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. തീരുമാനം മുഖ്യമന്ത്രിയുമായി ജോയിസ് ജോർജ് MP നടത്തിയ ചർച്ചയെ തുടർന്ന്. അന്തർസംസ്ഥാന വാഹന മോഷണ സംഘത്തിലെ 4 പേരെ നെടുങ്കണ്ടത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് വാടകയ്ക്കെടുത്ത ലോറി തമിഴ്നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തിയ സംഘം. ഉപ്പുതറയിൽ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാകുന്നു. 28-ാം തീയതി പീരുമേട് താലൂക്ക് ഓഫീസ് ഉപരോധം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.